നമ്മൾ ഇതുപോലുള്ള വൈഫൈ എക്സ്റ്റൻഡേഴ്സ് ഇതുപോലെ ലാൻ കേബിൾ വലിച്ചും കൊടുക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വയർലെസ്സിൽ ഈ ഒരു വയർലെസ് എക്സ്റ്റൻഡർ ഉപയോഗിക്കാൻ പറ്റാതായിട്ട് വരുമ്പോൾ, അതായത് മെയിൻ മോഡത്തിൻ്റെ ആ ഒരു കവറേജ് കിട്ടാതെ വരുമ്പോൾ ഇതുപോലെ ലാൻ കേബിൾ ഉപയോഗിച്ചും നമുക്ക് ഈ ഒരു എക്സ്റ്റൻഡേഴ്സ് പ്രവർത്തിപ്പിക്കാനായിട്ട് സാധിക്കും. പക്ഷേ നമ്മൾ ആ ഒരു ലാൻ കേബിൾ ഉപയോഗിച്ച് നമ്മുടെ എക്സ്റ്റൻഡേഴ്സ് പ്രവർത്തിപ്പിക്കാനായിട്ട് നമുക്ക് കോൺഫിഗറേഷനിൽ ചെല്ലുമ്പോൾ പ്രധാന പ്രശ്നം, അതായത് മിക്കവർക്കും നമ്മൾ ആ ഒരു കോൺഫിഗറേഷൻ പേജിൽ കയറി കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെ ചെയ്യണം എന്നുള്ളതൊരു കൺഫ്യൂഷനാണ്. അതായത് നോർമൽ രീതിയിൽ എക്സ്റ്റൻഡർ മോഡിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതാകില്ല. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ അതിൻ്റെ സെറ്റിങ്സിൽ വൈഫൈ സെറ്റിങ്സ് എടുക്കുമ്പോൾ നമുക്ക് അതിനകത്ത് ആ സെറ്റിങ്സ് കാണുന്നതിൽ നമ്മൾ വയർലെസ് ആക്സസ് പോയിൻ്റ് എന്നുള്ള, അതായത് ഈ കാണുന്ന ആക്സസ് പോയിൻ്റ് മോഡ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ കോൺഫിഗറേഷൻ ചെയ്യുക. എന്നാൽ മാത്രമാണ് ആ ഒരു വയേർഡായിട്ട് നമുക്ക് ഈ ഒരു എക്സ്റ്റൻഡേഴ്സ് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അല്ലാണ്ട് നമ്മൾ എന്തോരം നമ്മൾ അതിനകത്ത് കോൺഫിഗറേഷൻ നോക്കിയാലും അത് ആ ഒരു പ്രോപ്പറായിട്ട് ആകില്ല. ഇത് പലർക്കും വരുന്നൊരു ബുദ്ധിമുട്ടാണ് ആ ഒരു ലാൻ കേബിൾ വെച്ച് ചെയ്യുമ്പോൾ. പിന്നെ കണക്ഷൻ സ്പീഡ് പറയുകയാണെങ്കിൽ നമ്മൾ ഫാർ മോർ ബെറ്റർ ആയിരിക്കും വയർലെസ് ആയിട്ട് വെക്കുന്നതിനേക്കാളും.